ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടയിൽ സുപ്രധാനമായിട്ടുള്ള കരാറുകളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് എന്ന് പറഞ്ഞ കടലിടുക്കും, ആ കടലിടുക്ക് എത്രത്തോളം ലോകരാജ്യങ്ങളെ ഞെരിക്കുന്നുവെന്നും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ ഓരോ അടുക്കളയിൽ പോലും അതിന്റെ വലിയ രീതിയിലുള്ള അലയൊലികൾ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഹോർമൂസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അതെ, ഇന്ത്യ സ്വന്തമായ ഒരു ഹോർമൂസ് നിർമ്മിക്കാൻ പോവുകയാണ്. അത് വേറെ എവിടെയുമല്ല, മലാക്ക കടലിടുക്കാണ് ഇന്ത്യയുടെ ഹോർമൂസ് എന്ന് പറയുന്നത്. ഈ മലാക്ക കടലിടുക്കിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചൈനയാണ്. ചൈനയുടെ 80% സാമ്പത്തിക രംഗവും തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴിതാ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്നുകൊണ്ട് ഒരു പുതിയ ഹോർമൂസ് അവിടെ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ യുദ്ധസമയത്ത് 32 കിലോമീറ്റർ നീളമുള്ള കപ്പൽ പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ലോക രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും എങ്ങനെ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്പോഴിതാ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വന്തമായ ഒരു ഹോർമൂസ് സൃഷ്ടിക്കും. മലാക്ക കടലിടുക്കിന്റെ പ്രവേശന സ്ഥലത്താണ് ഈ ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റ് വെറും 160 കിലോമീറ്റർ അല്ലെങ്കിൽ 100 മൈൽ മാത്രം അകലെയാണ്. ഈ നടപടിയോടെ ഇന്ത്യയും ഇന്തോനേഷ്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ മുഴുവൻ ഗെയിം പ്ലാനും മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഇന്തോനേഷ്യയ്ക്ക് നരേന്ദ്രമോദി ബ്രഹ്മോസ് കഴിഞ്ഞ ദിവസം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് 3822 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തങ്ങളുടെ സമുദ്രതന്ത്രം പുനർനിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയും ഇന്തോനേഷ്യയും സബാങ് തുറമുഖത്തിന്റെ സംയുക്ത വികസനത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നടത്താൻ പോകുന്നത്. ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖം വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി സ്രോതസ്സുകൾ പറയുന്നു. ഇത് ആധുനികവൽക്കരിക്കപ്പെടുകയും ദ്വീപിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. ഇന്തോനേഷ്യ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രണാവോ സുബിയാന്തോയുമായി ഈ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.